Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടങ്ങാം. Hey guys. Hey guys. അടുത്ത അമ്മ. ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്ന ചലഞ്ച് ഡ്രോയിങ് ചലഞ്ച്. ഇത് കൊച്ചുവാണ് പറഞ്ഞത്, ഞങ്ങൾ ഇപ്പോഴാണ് നടത്തിയത്. 3 സൈസ് പടം കൊണ്ടുവന്നിട്ടുണ്ട്. പടത്തിൽ കാണുന്ന കണക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതില് കറക്റ്റ് ആയിട്ട് ആര് വരയ്ക്കുന്നോ അവർക്കായിരിക്കും ഫുഡ്. നന്നായിട്ട് ആരാണോ അവർക്കായിരിക്കും ഫുഡ്. അപ്പൊ നമ്മൾ ആ ചലഞ്ചിലോട്ട് വരയ്ക്കാൻ പോവാ. കൊച്ചു എനിക്ക് രണ്ടുപേരെ കൊണ്ട് ഇൻട്രോ എടുപ്പിക്കണമെന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊരു കിടക്കാച്ചി ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഡ്രോയിങ് ചലഞ്ചാണ്. ഡ്രോയിങ് ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ് ചലഞ്ച് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പണ്ട്. നമ്മളൊരു വരച്ചിട്ടൊരു ചലഞ്ച് ഇപ്പോഴും ചെയ്ത് എനിക്കൊരു ഓർമ്മയുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ഇമേജ് വരച്ചിട്ട് അതിന് നമ്മൾ മാർക്കിട്ടിട്ട് വിന്നറൊക്കെ സെലക്ട് ചെയ്ത ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രോയിങ് ചലഞ്ചസ് അങ്ങനെ ചെയ്തിട്ടില്ല. ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ തരുന്ന പടത്തിലുള്ള ഫുഡ് വരച്ച് അതുപോലെ സെറ്റായിട്ട് ഏറ്റവും നന്നായിട്ട് വരയ്ക്കുന്ന ആരാണോ അവർക്ക് ആ ഫുഡ് ഐറ്റം കഴിക്കും. ഇപ്പൊ അളിയനാണ് കേട്ടോ വിധി കർത്താവ്. അളിയൻ നന്നായിട്ട് വരയ്ക്കുന്നത് ആരാണോ യു ആർ ദി ജഡ്ജ് ഓഫ് ദ ഇന്ത്യ. ഓക്കെ, അത് പറ്റത്തില്ല. അത് കാണുമ്പോ അറിയാലോ ആരാണ് നല്ലതൊക്കെ വരച്ചത്. കൊച്ചു വരയ്ക്കുമെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നോക്കിയൊക്കെ വരയ്ക്കുമായിരുന്നു. ഞാൻ കണ്ടടിച്ച് വരയ്ക്കാൻ സൂപ്പറാ. കോപ്പി അടിക്കാനും കണ്ടടിച്ച് വരയ്ക്കാനൊക്കെ ഞാൻ പറ്റും. അച്ഛനാ കോപ്പി അടിച്ച് വരയ്ക്കോ? ഞാൻ കോപ്പിയാണല്ലോ മൊത്തത്തിൽ. ഫുള്ളി കോപ്പിയാണ്. കോപ്പി എടുത്താലും വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലേക്ക് പോകാം. ഇതാണ് വരയ്ക്കാനുള്ള ക്യാൻവാസ് കേട്ടോ. പിടിക്കൂ. വേണ്ട വരയ്ക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ട്. വേണ്ട സ്കെച്ച് പെൻ ഉണ്ട്, ക്രയോൺസ് ഉണ്ട്. ഓക്കെ, രണ്ട് പേനയുണ്ട്. പെൻസിൽ ഇല്ല കേട്ടോ. പെൻസിൽ ഞാൻ മേടിച്ചില്ല. ഈ ഒരു 3 രൂപയുടെ പേനയാണ്. ഇത് വെച്ച് ലൈൻ വരച്ച് അറിയാമോ വരയ്ക്കാനൊക്കെ? അമ്മയ്ക്ക് കഴിവുണ്ടോ? ഇവര് മറ്റേ ഗോതമ്പൊക്കെ ഉണങ്ങിയ പഴയ പടം ഉണ്ട് കേട്ടോ. ഞാൻ മറ്റേ പോഗോയില് മാഡിന്റെ ഒക്കെ പരിപാടി പണ്ട് സെറ്റായിരുന്നു. ഞാൻ ആ ലുക്കിലാ വന്നത്. പുള്ളി ക്യാപ്പ് കോപ്പി അടിച്ചതാ. അതാ പടം വരച്ചാ പോരെ. പടം മൈൻഡ് ചെയ്തായിരുന്നു. മാഡ് പടേ വരച്ചാ പോരെ. നമുക്ക് അത് മണ്ടയിൽ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ? അച്ചടിക്കാനാ? അച്ചടിക്കാൻ പറ്റത്തില്ല. കണ്ട, ഇത് അമ്മയുടെ ക്രയോണ്. ഇത് അച്ഛൻ്റെത് ക്രയോൺസ്. ഇതൊന്നും അറിഞ്ഞൂടെ? സ്കൂളിലൊന്നും പോയിട്ടില്ല അച്ഛൻ? ഇതില്ലായിരുന്ന അച്ഛൻ ഒന്നും കണ്ടിട്ടില്ല. അച്ഛൻ ഇതാണ് ക്രയോൺസ്. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പച്ച നിറമുള്ള ക്രയോൺസാ. ഇതിങ്ങനെ വരയ്ക്കുമ്പോ പച്ച കളറാവും. കണ്ടോ, മെഴുക. ഇത് അച്ഛനൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇത് ക്രയോൺസ്. ഇത് സ്കെച്ച് പെന്നെ കണ്ടിട്ടുണ്ടല്ലേ? അയ്യോ, എനിക്കില്ല. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന ഒരു ഫീല്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഐറ്റം തണ്ണിമത്തനാണ് കേട്ടോ. വരച്ചൊരുമ്പോ ഇങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അച്ഛനെ കണ്ണിന് ചെറിയ ഇത് പച്ചയല്ല കേട്ടോ, ഇത് മഞ്ഞയാ. എന്റെ പൊന്നച്ച പേരറിയണ്ടേ? ആദ്യം പേരെഴുതി അങ്ങ് ഒപ്പിട്ട്. ഇത് ബിന്ദു ഓയിന്റെതാണ്. സൈഡ് ടൈമർ ഉണ്ട് കേട്ടോ. 5 മിനിറ്റ് ആണ് നമുക്ക് പടം വരയ്ക്കേണ്ട ടൈം. 5 മിനിറ്റിനുള്ളിൽ വരച്ച് തീരണം. റെഡി? ഈ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ സെറ്റ് ആക്കാം കേട്ടോ. അച്ഛ തേങ്ങാപ്പൂൾ. ഇതണ്ടാ തേങ്ങാപ്പൂൾ. കുരുവിന്റെ ഒക്കെ എണ്ണം ഉണ്ടേ. 2, 3 മൊത്തം എത്ര? 13 കുരു ഉണ്ടേ. മോനെ എന്റെ സീന. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സാധനം പ്രണോ. നീ സൂപ്പർ വരപ്പാ. നല്ല വരയുള്ള മോനാ നീ. എന്തേം പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലവരെ അടിപൊളി, നിന്റെ ബുക്കിലെ വരെ സൂപ്പറാണ്. ഈ തുപ്പി എഫക്ട് എങ്ങനെ വരയ്ക്കോളിയാ? ഒരു 10,000 രൂപയ്ക്ക് ഇത് വിൽക്കണം. ഇത് ഞാൻ എക്സിബിഷന് കൊണ്ട് വെക്കും. ഒരു 10,000 രൂപ അത്ര മതി. എനിക്കറിയാം ഇത് 10,000 കൂടുതൽ മുതലുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ കേട്ടോ. എല്ലാരും പടം കാണിക്കട്ടെ ഒരുമിച്ച്. 1, 2, 3 കാണിച്ചു പിടി. നീ നോക്കിയിട്ട് അളയാൻ പറ. ഇത് അച്ഛൻ്റെ തേങ്ങാപ്പൂൾ. ഇത് ഒറിജിനൽ തണ്ണിമത്തൻ. അതെന്തൊരു ഒരു തണ്ണിമത്തൻ റോട്ടീന് വീണ് തറ വീണ് ചളുങ്ങി. ഫസ്റ്റ് പ്രൈസ് ഞാൻ കൊടുക്കുന്നത്
എനിക്ക് തോന്നി. എടേ നോക്കട്ടെ ഇതെന്തോ ഇത് തണ്ണിമത്തൻ തെറിച്ചോ? കൊടുവാളിന്റെ വാർത്ത ഇത് വീതുളി. ഇത് അത് പക്ഷെ അത് എനിക്ക് അപ്പോഴേ തോന്നി. എടാ ഈ പച്ച അല്ലായിരുന്നോ? നിങ്ങൾക്കുള്ള പച്ച വേറെ ഇല്ലേ? ഈ പച്ചയായിരുന്നു, ക്രയോൺസ് വന്നായിരുന്നല്ലേ. ഇതിനകത്ത് നോക്കുമ്പോ ബെറ്റർ അച്ഛൻ്റെതാട്ടോ. ഇതിന് ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അച്ഛൻ്റെ. ശരിയാ, വെൽഡൻ നൈസ് വർക്ക്. ഓ അതേ കണക്കത്തെ പൂള, വരച്ച പൂള. അതാ ഞാൻ അതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നില്ല. പക്ഷെ ഇതില് കുരുവില്ലേ ചേ? ആ കുരുവില്ല, വരച്ചതിൽ കുരു ഉണ്ടായിരുന്നു. തിന്നണ്ടായിരുന്നു, വരച്ചതിനകത്ത് കുരു ഉണ്ടായിരുന്നു. മാട് വൻ സെറ്റപ്പിനൊക്കെ വന്നല്ലേ. ലുക്കിന് നമ്മൾ ഒരു കുറവ് വരുത്തല്ലേ? വൻ സെറ്റപ്പ് അത് ഇച്ചിരി ഞാൻ ഇത് തേങ്ങയുടെ ഒരു ഷേപ്പ് ഇപ്പൊ ഇവിടെ ഇത്. മോന്ത് മതിയാ? അത് പറ്റത്തില്ല, തിന്ന് ഇറങ്ങണം. പിച്ചാത്തി വരയ്ക്ക്, അപ്പൊ തരാം. പിച്ചാത്തി വരയ്ക്ക്. ഓക്കെ ഗൈസ്, അടുത്ത റൗണ്ടിലോട്ട് പോകാം നമുക്ക്. ബർഗർ. ഹേ ഗൈസ്, അപ്പൊ ഈ റൗണ്ടില് നമ്മൾ വരയ്ക്കാനായിട്ട് പോണത് ബർഗർ ആണ് സുഹൃത്തുക്കളെ. നോക്കൂ, നല്ല കിടുക്കാച്ച് ബർഗർ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. തക്കാളിയൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അതിന്റെ ഇടയ്ക്ക് നിന്ന് എന്തിനാ ഒഴുകി വരുന്ന അതെന്തിനാ അത്? ഞാൻ നോക്കട്ടെ, ഇത് ഓഷൻ വെച്ച് വരയ്ക്കുമ്പോൾ യാ ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ ഇത് മറ്റേ ബ്രഷ് എടുക്കാൻ പോവാ. ഇവിടെ എക്യുപ്മെന്റ്സ് ഒന്നും പറ്റത്തില്ല. എന്തുവാ അത് പറ്റത്തില്ല. എക്യുപ്മെന്റ്സ് ഒന്നും പറ്റത്തില്ല. സമയം പോവാ. അതൊന്നും പറ്റത്തില്ല. പഴമൊന്നും വെച്ച് വരയ്ക്കാനൊന്നും പറ്റത്തില്ല. അളവ് വെച്ച് വരച്ചുകൂടാ. അത് കഴിവ് വെച്ച് വരയ്ക്കണം. എല്ലാ കളിയിലും അളമ്പുമായിട്ട് വരും കുമാരനാശാൻ വലിയ. പക്ഷെ ഇപ്രാവശ്യം കൊച്ചു സീരിയസ് ആണ്. ഞാൻ ആരെയും കണ്ടു ഒറ്റ കുഞ്ഞുങ്ങളെ കണ്ട് ഞാൻ കോപ്പി അടിക്കുന്നത്. പ്രത്യേകിച്ച് അച്ഛനെ ഒന്നും കണ്ട് ഒരിക്കലും കോപ്പി അടിക്കത്തില്ല. ആര് പറയുന്നത് കേൾക്കാം. എനിക്കറിയാമോ ഇത് നോക്കണ്ട. ഇത് ഇപ്പൊ ഇങ്ങനെ ആണെങ്കിലേ ലാസ്റ്റ് വരുമ്പോ ഇത് ബ്യൂട്ടിഫുൾ ആവും. ഞാൻ മുഖം നോക്കിയല്ലേ മാർക്ക് ഇടുന്നത്. ഇത് ബർഗറാ, മറ്റേതുപോലല്ല. ഞാൻ പടം നോക്കിയിട്ട് ഞാൻ പറയുന്നത്. തക്കാളി ഇടുള്ള തക്കാളിയുടെ എന്റെ ബർഗറിന്റെ പടം ഇടാ. കറക്റ്റ് കളർ കിട്ടാ. നിങ്ങൾക്ക് കണ്ണിന് എന്ത് വിളിയേ അളിയാ? അത് എനിക്ക് വേണം. ആ കളർ ഏതാ? കോപ്പി ഒന്നും അല്ല ഇത്. കോപ്പി പിന്നെ എന്റെ പട്ടി കോപ്പി പിടിക്കാൻ തോന്നി. മഞ്ഞ സാധനം എന്ത് അവനോട് അടുത്തിരിപ്പുണ്ടല്ലോ, പോയായിരിക്കാതെ ഞാൻ പണ്ടേ ഇവിടെ ആയിപ്പാ. 10-45 വയസ്സുള്ള തള്ള എന്നെ വിളിക്കുന്ന ഇടയത്. ഇവിടെ വരപ്പിൽ അങ്ങനൊന്നും ഇല്ല, പ്രായം പക്വതയൊന്നും ഇല്ല. നീ ഏതാ അടിച്ചേ? ഇതിപ്പോ പതാക അല്ലെ സെക്കൻഡ് എനിക്കറിയാ. ഉള്ളിയുടെ കളർ ഏത് വരയ്ക്കും? ഇത്തിരി പറഞ്ഞാ വെള്ള. ആ ടൈം ഓവർ. 5 മിനിറ്റ് ആയടേ. 5 മിനിറ്റ് ആയടേ. ഇയാളെ എക്സിബിഷന് ഒരുക്കല്ലേ? 5 മിനിറ്റ്. ഇനി ആര് വരയ്ക്കല്ലേ? 5 അത് പറ്റത്തില്ല. 5 മിനിറ്റാണ് വരയ്ക്കുന്ന സമയം. ഞാൻ 5 മിനിറ്റ് ഞാൻ വരച്ചു. പറ്റത്തില്ല. ഇനി ഒരു മനുഷ്യൻ വരയ്ക്കാൻ വരച്ച ഞാൻ സമ്മതിക്കുന്നില്ല. ഇത് റൂൾസിന്റെ ഇതത്തിലെ കൂണ് ഐസ്ക്രീമാ. അതെന്തോ ആയിക്കോട്ടെ. കണ്ണ്. ഇനി എല്ലാരെയും പടം കാണിക്കട്ടെ. ടൈം കഴിഞ്ഞിട്ടുണ്ട്. റെഡി, കാണിച്ചു. ഞാൻ പേരെഴുതില്ല. ഓ ഇതിന്റെ അത് പേരെഴുതിട്ട് പടം ഇതെന്റത്. എല്ലാരും നോക്കിട്ടെ. അത് ഫുള്ള് സാധനം നോക്കിക്കോളാം. സവാള നോക്കണ്ടേ, അങ്ങനെ കമ്പയർ ചെയ്യാം. സവാള തക്കാളിയൊക്കെ ഉണ്ടോ നോക്കിക്കോളാം. ആ എന്തോന്ന് ഇതിനകത്ത് സവാള ഉണ്ട്. എവിടെ സവാളയുടെ കളർ എവിടെ? ആ സവാള ഉണ്ടോ നോക്കിയിട്ട്. ഇതാണ് ഒറിജിനൽ. ഞാനൊരു ജഡ്ജ് പറയാം. ഇതിനകത്ത് ബർഗറിന്റെ ഒരു ഷേപ്പ് വന്നിട്ടുള്ള ആ ഫോട്ടോ. പക്ഷെ സാധനങ്ങളുള്ളത് എന്റതില. കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞ് എന്നും പറഞ്ഞെന്തോ
എന്തുവാ ഫസ്റ്റ് കൊണ്ട് തരാൻ പറ്റത്തില്ല. ബെറ്റർ ആയതാ? ഒരു കാര്യം ചെയ്യാം. ഒറ്റ മൈൻഡിൽ പറ, ബെറ്റർ ആയതാ? അച്ഛൻ്റെതാ? തിന്നോ തിന്നോ തിന്നോ. എടാ ഇതിന്റെ അകത്ത് ഉള്ളിയില്ല, ഉള്ളിയില്ല. എടേ ഇതിനകത്ത് ഇയാളുടെ ജഡ്ജ്മെന്റ് കൊള്ളത്തില്ലാട്ടോ ഗൈസ്. നിങ്ങൾ പറ ഇതിനകത്ത് ആരേതല്ലേ ഇത് കേട്ടോ. എന്റെ അതിനകത്ത് സവാളയൊക്കെ ഉണ്ട്. എനിക്ക് ബർഗർ ആയിട്ട് കുറച്ച് തോന്നുന്ന ഇതാണ്. പക്ഷെ ഇത് ഷേപ്പ് ഉണ്ടോ ബർഗർ അല്ല ഒന്നും ഞാൻ മേടിച്ചില്ല. എന്റെ കയ്യിൽ തരത്തില് ഈ ബർഗർ അത് ബർഗറായിട്ട് പോലും കൂട്ടിയാൽ ബർഗറിനെ മൂന്നേരും കൂടെ ഷെയർ. ആരുകളെ പടം കൊള്ളത്തില്ല. ടാലന്റ് വെച്ച് കിട്ടിയതല്ലെങ്കിലും കഴിച്ചോട്ടെ. അതിനകത്ത് എല്ലാ കളറും ഉണ്ട്. അച്ഛൻ വരച്ചതിനകത്ത് കളറില്ലായിരുന്നെങ്കിലും ബർഗറി ഒറിജിനൽ ബർഗറി കളറൊക്കെ ഉണ്ട്. എന്നാ ഒരിച്ചിരി തരല്ലേ, ഒരിച്ചിരി. കഴിക്കടാ മോനെ. ഞാൻ തരത്തില്ല. ഞാൻ പേര് ദോഷം ഒരുപാട് കേട്ടതാ. ഞാൻ തരത്തില്ല. നേരെ വരയ്ക്കണമായിരുന്നു. അവര് ഉൾട്ടാ പുൾട്ടായും വളച്ചെന്ത് ഇരിക്കുക. ഇതെന്തോന്നാ ഇത് വരച്ചു വെച്ചേക്കുന്ന? തക്കാളി വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ണ് കണക്ക് തക്കാളി വരച്ചു വെച്ചേക്കുന്നത്. എന്റെ ചെറിയൊരു എന്റെ പടത്തിന് കുഴപ്പം. പോലീസിന്റെ തൊപ്പി വേണ്ട തിന്നു. തിന്നോ. വേണ്ടമ്മ, പേരുവശം വരുമ്മ. വേണ്ട വേണ്ട തിന്നോ. ഇല്ലല്ലേ നല്ല ഇല്ല. തീർന്നു. എന്റെ ഏക പ്രതീക്ഷയിനകത്തായിരുന്നു. അതാ ഞാൻ അത്ര എഫേർട്ട് ഇട്ട് ഞാൻ വരച്ചത്. മാക്സിമം കൊച്ചു പിടിച്ച്. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോകാം. നെക്സ്റ്റ് റൗണ്ട്. ഒരു വക കിട്ടിയില്ല കേട്ടോ ഇത്ര നേരമായിട്ട്. ഹേ ഗൈസ്, അപ്പൊ ഇത് ലാസ്റ്റ് റൗണ്ടാണ് സുഹൃത്തുക്കളെ. തരൂ. എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റേ ഉള്ളൂ എല്ലാ പടം. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പടം പെപ്സി. ഓക്കെ, ഇത് ഇതുപോലെ വരയ്ക്കണം. 5 മിനിറ്റേ ഉള്ളല്ലോ. 5 മിനിറ്റേ ഉള്ളൂ. ഇനി കളി ഫണ്ണല്ല, സീരിയസ്. ഈശ്വര, എന്റെ പടം നന്നാവണേ, ബാക്കി എല്ലാവരും മുടിഞ്ഞു പോണേ. വെള്ളം ഇല്ലേ നീ തുടങ്ങി. ഞാൻ കഴിഞ്ഞു. ഞാൻ പിന്നെ കഴിയൂല. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പടം കാണിക്കാം. റെഡി? 1 2. കാണിക്കണേ. ഇത് ഇത് ഒറിജിനൽ വെല്ലുന്ന മോഡൽ പെപ്സി. ഇത് പുട്ടുപറ്റി, പുട്ടൈസ്. എനിക്കാണോ ഫസ്റ്റ് പ്രൈസ്? നോക്കട്ടെ. ഇന്ത്യയുടെ പതാക. ഇതിനകത്ത് എവിടുന്ന ഈ പച്ച കളർ വന്നത്? ഇത് നീലയാ. കണ്ണാടി എടുത്തോണ്ട് വെച്ചിട്ട് വരാം കേട്ടാ. കൊറേ നേരം കൂടെ നോക്കിയിരിക്കും. പക്ഷെ അമ്മ എന്തോ പറഞ്ഞാല് കറക്റ്റ് കളർ അടിച്ചത്. ബിന്ദു ആദ്യം മെയിനാണ്. അച്ഛന് മൊത്തം പാലിച്ചായിരുന്നു. ലൈൻ ഇട്ടതേ ഫ്ലൂറസെന്റ് എടുത്തൊക്കെ ലൈൻ. ഇതിന്റെ കറക്റ്റ് മെത്തേഡിലൊക്കെ വന്നത് എന്റേത് തന്നെ. ഇല്ല ഇല്ല, മെത്തേഡോ? എന്തൊരു മെത്തേഡ്? ഇതൊക്കെ കണ്ട എന്തൊരു ഷേപ്പൊക്കെ ഉണ്ട്. ഷേപ്പാണോ നോക്ക്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയോ? ഇല്ല, കിട്ടിയോ? ഇത് ഒലക്കയുടെ മൂടാ. അത് ഇനിയിപ്പോ അങ്ങനെ തോന്നു വെച്ചാ, കാരണം കുശുമ്പുണ്ട്. ഇതിന് അച്ഛൻ പെപ്സിന്ന് പോലും എഴുതിയില്ല സത്യത്തിൽ. എന്തിനാ പിന്നെ കണ്ടിരിക്കുന്ന പെപ്സിന്ന്? എവിടെ എഴുതിയിരിക്കുന്ന? ഫ്ലൂറസെന്റിന് എഴുതി പെപ്സിന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് സാധനം എടു, പെപ്സി എടുക്ക്. തിന്നാവൊന്നും കിട്ടില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാലേ, ഞാൻ എന്റെ മൈൻഡ് വൻ പ്ലാൻ ആയിരുന്നു. ഞാൻ ആദ്യം ബർഗർ കഴിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ പെപ്സി കുടിക്കും. ഇതാണ് പെപ്സി.
ദാഹിക്കുന്നുണ്ടല്ലേ അത് ബർഗറൊക്കെ തിന്നിട്ട് അതൊക്കെ ഒരു ഒരു തുള്ളി പോലും ഞാൻ തരത്തില്ല. ആര് ചോദിക്കുന്നത്? പിച്ചക്കാരൻ്റെ നമ്മൾ കടപിടിക്കാറില്ല. ചിയേഴ്സ് ചിയേഴ്സ്. കുറെ കണ്ടതാ വെറുമേറ്റ് ചെയ്യേണ്ട ആമാശയൊക്കെ ദ്രവിക്കും. അതെ അത് പോക്ക. ഇത് ഞാനേ തറ ഒഴിച്ചു കളഞ്ഞാൽ അച്ഛനെ ഞാൻ തരത്തില്ല. എനിക്ക് വരയ്ക്കാനുള്ള അത്രയ്ക്കുള്ളതില്ല, ഞാൻ ഒപ്പിച്ച്. അല്ല അമ്മ എന്തോ പറഞ്ഞാലേ അത് കൊള്ളാത്. നിങ്ങൾ എന്തോ പറഞ്ഞാലേ കുടിച്ചോ 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 കുടിച്ചോ. കളറൊക്കെ നിറമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരുന്നു. നമ്മളിലെ പുട്ട് ഒഴുകിപ്പോഴേക്കും പുട്ടുളങ്ങളൊക്കെ ആയിപ്പോയെന്നേ ഉള്ളൂ, നീളം വെച്ചിട്ട് കൂടിപ്പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊള്ളാം, കൊള്ളായിരുന്നു, നൈസ് അല്ലായിരുന്നു. ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു? ബർഗറൊക്കെ അടിപൊളിയല്ലായിരുന്നോ? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. നിനക്ക് വെള്ളമെങ്കിലും കിട്ടിയില്ലേ? അമ്മയ്ക്ക് ഒരു ഐറ്റം കിട്ടിയില്ലല്ലേ? എനിക്കൊന്നും കിട്ടിയില്ല. എനിക്കറിയാം പടം വരെ അങ്ങനെയൊക്കെ ഇരുന്ന എനിക്ക് കിട്ടത്തില്ലെന്നറിയാം. ആരുടെ പടമാണ് ഏറ്റവും സൂപ്പർ എന്ന് നിങ്ങളും കൂടെ കമന്റ് ചെയ്യും. എന്റെ ആണോ അച്ഛൻ്റെ ആണോ അല്ലെങ്കിൽ അമ്മയുടെ ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.